കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
നമ്മൾ ആദിവാസികളും സാധാരണക്കാരായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് തൊഴിൽ സംരക്ഷണ സമിതിയിൽ വലിയ വലിയ ആൾക്കാർ പങ്കെടുത്ത് സംസാരിക്കും. അന്നത്തെ MLA, മുൻ MLA, അന്നത്തെ MLA, മുൻ മന്ത്രിമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ഥാപനങ്ങൾ വരുന്ന സമയത്ത് ആ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഒന്നത്. രണ്ടാമത്, ഈ കമ്പനി എവിടെ വരണമെന്ന് നമ്മൾ തീരുമാനിക്കണം. വിളയോടി ഡോക്ടറേറ്റ് കിട്ടില്ല, വിളയോടിക്ക്. ഈ സമരമില്ലെങ്കിൽ ഡോക്ടറേറ്റ് ഇല്ലല്ലോ. ഈ കോർപ്പറേറ്റുകളാണ് ഈ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആദിവാസികൾക്ക് വികസനം, ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കും, ആദിവാസി വികസനം നഷ്ടപ്പെടുത്തുന്ന കോർപ്പറേറ്റുകളാണ്. തൊഴിൽ സംരക്ഷണ സമിതിയുടെ പേരുകളൊക്കെ കുറേയൊക്കെ മറന്നുപോച്ച്. DYFIയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, എന്തോ അബ്ദുൽ റഹ്മാൻ എന്താണെന്ന് പറഞ്ഞു. അവരുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ആ സമരത്തിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റാണ് അവരുടെ പന്തൽ. ഈ പന്തൽ ഇപ്പോൾ പ്ലാച്ചിമട പന്തലിന് നേരെ ഓപ്പോസിറ്റാണ് അവർ പന്തൽ. നമ്മൾ ആദിവാസികളും സാധാരണക്കാരായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് തൊഴിൽ സംരക്ഷണ സമിതിയിൽ വലിയ വലിയ ആൾക്കാർ പങ്കെടുത്ത് സംസാരിക്കും. അന്നത്തെ MLA, മുൻ MLA, അന്നത്തെ MLA, മുൻ മന്ത്രിമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പങ്കെടുത്തിട്ട് ഞങ്ങൾ അതികം മോശമായ രീതിക്ക് ഞങ്ങളെ വിമർശനം ചെയ്തിട്ടുണ്ട്. തല്ലും കൊല്ലും വെട്ടും എന്ന് പറഞ്ഞ ഭീഷണിയുടെ രൂപത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതേ തൊഴിൽ സംരക്ഷണ സമിതി തന്നെയാണ്. തൊഴിൽ സംരക്ഷണ സമിതിയുടെ ആൾക്കാർ പിന്നീട് കമ്പനി പൂട്ടിപ്പിന് തൊഴിൽ സംരക്ഷണ സമിതി നേതാക്കൾ കമ്പനി പൂട്ടിപ്പിന് കൊക്കക്കോള സമരത്തിന് വേണ്ടി പോസ്റ്റും ഒട്ടിയിട്ടുണ്ട്. ഈ കൊക്കക്കോള സമരമില്ലേ, ഈ സമരത്തിൻ്റെ പോസ്റ്റ് അവർ ഒട്ടിയിട്ടുമുണ്ട്. കമ്പനി പൂട്ടുന്നത് വരെ സമരത്തിനെതിരാകും ഇരുന്ന ആൾക്കാർ കമ്പനി പൂട്ടി പിന്നെ പുറമെ ലോകരാജ്യങ്ങളൊക്കെ ഇളകി വീരേന്ദ്രകുമാർ ഇവരൊക്കെ ഉള്ളിൽ വരാൻ തുടങ്ങി. പിന്നെ VS അച്യുതാനന്ദൻ വന്നല്ല, ഇവരൊക്കെ വന്ന പിന്നെ VS കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതൽ ഞങ്ങൾ വെല്ലുവിളിച്ച ആൾക്കാരിൽ കൂടുതൽ. തൊഴിൽ സംരക്ഷണ സമിതി അവരാണ് കൂടുതൽ. MP അടക്കം, പാലക്കാട് MP NN കൃഷ്ണദാസ് അടക്കം ഇവരൊക്കെ ഞങ്ങൾ വെല്ലുവിളിച്ച ആൾക്കാരാണ്. ഞങ്ങളവിടെ ഉറച്ച് പാറ പോലിരുന്നു. കുറേ ആകുമ്പോൾ തൊഴിൽ സംരക്ഷണ സമിതി അങ്ങനെ ഓട്ടോമാറ്റിക് തൊഴിൽ അവിടെ കുറേ ഉണ്ടല്ലോ, കുറേ ഇവർ സമരപ്പന്തലിൽ ആൾക്കാർ കുറയാൻ തുടങ്ങി. കുറച്ച് കുറേ എല്ലാം പൊള്ളാച്ചിയിൽ അവിടെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ അവിടെ ജോലിയിലായി അവിടെ പോവുകയും ചെയ്തു. പിന്നെ അതിനുള്ളിൽ വീരേന്ദ്രകുമാർ വന്ന് ഇവരെല്ലാവരും വന്ന് ഇവിടെ നേതാവൊക്കെ DYFIയുടെ നേതാവ്, നമ്മൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത DYFI നേതാവൊക്കെ മേധ വരുന്ന സമയത്ത് 2003 ജനുവരി 26 മേധ വരുന്നത് ആദ്യമായിട്ട്. മേധ വരുന്ന സമയത്ത് തന്നെ കുറേ മാറ്റങ്ങളായി ആകാൻ തുടങ്ങി. എന്നാൽ തൊഴിൽ സംരക്ഷണ സമിതി മാറിയിട്ടില്ല. മേധ വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കെതിരായി സംസാരിച്ച ആൾക്കാർ കംപ്ലീറ്റ് അനുകൂലിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വീരേന്ദ്രകുമാർ പോലുള്ള ആൾക്കാരൊക്കെ ഇത് മേധ മട്ട് അവിടെ വന്നിട്ട് പോയ കാര്യമല്ലോ, പല കാര്യത്തിൽ വീരേന്ദ്രകുമാർ ഇവരിനെ അവിടെ വിളിച്ച് വരുത്തിയിട്ടുണ്ടല്ലോ. ഇടതുപക്ഷം എന്ന് പറയുന്നത് മേധയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ട് കാണുന്ന ആൾക്കാരല്ലേ. അങ്ങനെ മേധ വരുന്നതോടുകൂടി ഞങ്ങളുടെ എതിർപ്പ് കുറഞ്ഞു. പിന്നെ ആ തൊഴിൽ സംരക്ഷണ സമിതിക്ക് വലിയ കാര്യമൊന്നുമില്ല. 2004 ആ സമരം അവസാനിപ്പിക്കുകയും ചെയ്തല്ലോ. കമ്പനിയും പൂട്ടി പിന്നെ അവർ നിൽക്കല്ലില്ലാതെ പുറത്താവുകയും ചെയ്തു. രണ്ടാമത് മേധ വരുന്ന സമയത്ത്, മുമ്പൊരു മേധ വരുന്ന സമയത്ത് തൊഴിൽ സംരക്ഷണ സമിതിയിലിരുന്ന ആൾക്കാർ രണ്ടാമത് മേധ വരുന്ന സമയത്ത് അതിൻ്റെ പോസ്റ്റ് ഒട്ടിയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇതാണിത് പാവം, നിങ്ങൾ ചെയ്ത പാവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രായച്ചിത്തമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേധയ്ക്കെതിരെ എന്തൊക്കെ സംസാരിച്ചു നിങ്ങൾ തന്നെ ആ ചേച്ചിയുടെ പോസ്റ്റ് ഒട്ടേണ്ടത് വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
പ്ലാച്ചിമട സമരം 2 പാഠം നൽകുന്നുണ്ട്. ഒന്ന്, ഇതുപോലെ ഒരു സ്ഥാപനങ്ങൾ വരുന്ന സമയത്ത് ആ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഒന്ന് അത്. രണ്ടാമത്, ഈ കമ്പനി എവിടെ വരണമെന്ന് നമ്മൾ തീരുമാനിക്കണം. എന്താ ഈ ആദിവാസിയും ദളിത് മേഖലയിൽ വരുന്ന മറ്റു ജനവിഭാഗങ്ങൾക്കിടയിൽ എന്താ സ്ഥാപനങ്ങൾ വരാത്തത്, അതും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതിന് ഒരു സ്ഥാപനം വരുന്ന സമയത്ത് ആ സ്ഥാപനത്തിക്ക് വേണ്ടി ബാധിക്കുന്ന ആൾക്കാർ എന്താ അവരുടെ പരിസരത്ത് കൊണ്ടുപോകാത്തത് കമ്പനി? എൻ്റെ ഭാഗത്ത് പറ്റാൻ പറയുന്നില്ലല്ലോ. ആദിവാസി മേഖലയിൽ വരേണ്ടത് അതൊന്ന് ഒരു ഇതാണ്. ഈ കമ്പനിയെ കുറിച്ച് നാം വ്യക്തമായി പഠിക്കണം. പണ്ട് കാലത്ത് പോലെ പോരാ. ഈ കമ്പനി എവിടെയെങ്കിലും ഒരു സ്ഥാപനം വരുന്നത് ഇവിടെ ഇല്ലെങ്കിലും പുറമെ എവിടെയെങ്കിലും ഒരു കമ്പനി ഉണ്ടാകും. നമ്മൾ അവിടെയെങ്കിലും സന്ദർശിച്ച് ഈ കമ്പനിയുടെ അവസ്ഥ എന്താണ്, എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ അവിടെ പഠിച്ചിട്ട് വേണം നമുക്കിവിടെ ചെയ്യാം. അതല്ലാതെ നമ്മൾ വെറുതെ ഒരു കമ്പനി വരുമ്പോൾ എടുത്ത് ആളാനും പാടില്ല. ഒന്ന് അത്. രണ്ടാമത്, ഈ സമരങ്ങളൊക്കെ ജനകീയ സമരങ്ങൾ നടത്തുന്ന സമയത്ത് നമുക്ക് തരുന്ന മുഖ്യമായ അതാണ്. ജനകീയ സമരങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ സമരം ചെയ്യുന്ന സമയത്ത് ആ സമരം വിജയിക്കണമെങ്കിൽ ഞാനേ സമരം ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ ജീവിക്കണമെങ്കിൽ ഞാനും എൻ്റെ കുടുംബമാണ് ആ സമരം നയിക്കേണ്ട ആൾക്കാർ. ഞാൻ ഈ സമരം നയിക്കാതെ എവിടെയോ ഇരുന്ന് വന്നിട്ട് എന്നെ സമരത്തിന് വലിച്ചിരിച്ച് അവർ സമരം നയിക്കുന്നത് അത് ശരിയൊന്നല്ല. പല ആൾക്കാർക്കും പല കാഴ്ചപ്പാടുണ്ടാകും, പല അജണ്ടകളും ഉണ്ടാകും. ഈ അജണ്ടകളുടെ പേരിലും കാഴ്ചപ്പാട്ടിൻ്റെ പേരിലും ഈ കൊക്കക്കോള കമ്പനി തന്നെ പരിസ്ഥിതി നശീകരണത്തിക്ക് വേണ്ടി സമരം ചെയ്ത ആൾക്കാർ കുറച്ചേ ഉള്ളൂ കേട്ടോ. പരിസ്ഥിതി ഈ കമ്പനി വന്നതുകൊണ്ട് പരിസ്ഥിതി നശിച്ചു പോകുന്ന സമരം ചെയ്ത ആൾക്കാർ കുറച്ചേ ഉള്ളൂ. ഈ വിവിധ മേഖലയിൽ കൂടുതൽ ആൾക്കാർ വന്നത് ഈ കോർപ്പറേറ്റുകൾക്കെതിരായിട്ട്. ഇത് കോർപ്പറേറ്റായിട്ട് കൊണ്ട് അയാൾ എന്ത് ചെയ്താലും ഇത് കോർപ്പറേറ്റാണ്, കോർപ്പറേറ്റിന് ഇവിടെ കാൽ കുത്താൻ പാടില്ല എന്ന് നിലപാടുള്ള ആൾക്കാരാണ് കൂടുതൽ. പരിസ്ഥിതി സ്നേഹർ കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണ് ഈ സമരം വിജയിച്ചത്. പക്ഷേ ഓരോരുത്തർക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. നമുക്ക് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ തീരുമാനിക്കാതെ CR ഭട്ട് പറയട്ടെ, വിളയോടി പറയട്ടെ, ഇങ്ങനെ നമ്മൾ ഓരോരോ ആൾക്കാർ അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് എടുക്കാൻ പാടില്ല. അതാണ് നമുക്കത് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്. വലിയ പാഠമാണ്. ഇത് സമൂഹം തന്നെ അവർ വിചാരിച്ചത് കൊണ്ട് നമ്മളൊന്നാണെന്ന് നമുക്കൊരു ഉറപ്പ് വേണം. നമ്മളൊന്നാണ് ഉറപ്പ് വേണം. നമ്മൾ ഒന്നാകാതെ കൊണ്ടാണ് നമ്മൾ തമ്മിൽ തല്ലിപ്പിച്ചതും കൂടി. എല്ലാവർക്കും ബോധ്യം ഉണ്ടാകണം. നമ്മൾ 10 കുടുംബക്കാർ ഒരു സമരത്തിലുണ്ടെങ്കിൽ 10 കുടുംബക്കാർക്കും ഒരു ഒറ്റ ബോധത്തിലുണ്ടാകണം, ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കണം. ലക്ഷ്യം എവിടെ തെറ്റണോ അവിടെ സമരം പൊളിയും. ലക്ഷ്യം തെറ്റിയാൽ പോയി. അപ്പോൾ അത് അവിടെ ലക്ഷ്യം തെറ്റിയത് കൊണ്ടാണ് ആദ്യം സമരം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് സമരം വന്നത്? അടച്ചു പൂട്ടുക, പുറത്തു പോവുക, കൊക്കക്കോള കമ്പനി നാട് വിടുക, അതേ ഉള്ളൂ. പ്ലാച്ചിമട പ്രദേശത്തെ കുടിവെള്ളത്തെ മലിനമാക്കിയ കോള കമ്പനി അടച്ചു പൂട്ടുക, നാട് വിടുക. കമ്പനി അടച്ചു പൂട്ടി പിന്നെയാണ് നഷ്ടപരിഹാരത്തിന് പോയത്. കാരണം അടച്ചു പൂട്ടി പിന്നെ അവിടെ പണി എല്ലാത്തും കഴിഞ്ഞു. സിനിമ കഴിഞ്ഞ തിയേറ്ററിൽ നിന്ന് ആൾക്കാരൊക്കെ പുറത്തു പോകുമല്ലോ. അടച്ചു പൂട്ടിയ പിന്നെ പണി കഴിഞ്ഞില്ല. എല്ലാവരും അവനവൻ്റെ പാട്ടിന് നോക്കി പോകണ്ടേ? പക്ഷേ അവൻ്റെ പാട്ടിന് നോക്കി പോയി കഴിഞ്ഞാൽ ഈ സമരത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ, ലോകം അറിയപ്പെട്ട അതിൻ്റെ പേരിൽ ഇനി പരിപാടി ഇല്ല. കമ്പനി അടച്ചു പൂട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെച്ച മുദ്രാവാക്യം വിജയിച്ചു. ആ മുദ്രാവാക്യത്തനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കമ്പനി അടച്ചു പൂട്ടി എൻ്റെ പാട്ട് നോക്കി ഞാനും പോയി, നിങ്ങളുടെ പാട്ട് നോക്കി നിങ്ങളും പോയി. പിന്നെ അവിടെ നമുക്ക് ഒരു റോളുമില്ല. ഒരു റോള് അല്ലാതെ എന്താകും? എല്ലാവരും നമ്മളെ മറക്കും. പല ആൾക്കാരും നമ്മളെ മറക്കും. ഒരു സമരം ഉണ്ടാകുന്ന സമരത്തിൽ നിന്ന് ആൾക്കാർക്ക് മറക്കും. അത് മറക്കാതെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു സമരം ഉണ്ടാകണം. അവിടെ ഒരു സമരം ഉണ്ടെങ്കിൽ അങ്ങനെ ലൈവായി നിർത്തിക്കഴിഞ്ഞാൽ എന്താകും? ഈ സമരത്തിൻ്റെ പേരിൽ ലോകം അറിയപ്പെട്ട സമരത്തിൻ്റെ നേതാക്കളായതുകൊണ്ട് പല ലോകരാജ്യങ്ങൾക്ക് ചുറ്റാനുള്ള സാധ്യതയുണ്ട്. കുറേ ആൾക്കാർ ഡോക്ടറേറ്റൊക്കെ മേടിച്ചല്ലോ. ഇതിൻ്റെ പേരിലല്ലേ മേടിച്ചത്? വിളയോടി ഡോക്ടറേറ്റ് കിട്ടിയില്ല വിളയോടിക്ക്. ഈ സമരമില്ലെങ്കിൽ ഡോക്ടറേറ്റ് ഇല്ലല്ലോ. അതേ സമയത്തുള്ള കഞ്ഞിയും വെള്ളമില്ലാതെ കിടന്ന ആദിവാസികൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ലല്ലോ. എനിക്ക് ഇപ്പോഴും ഞാൻ എല്ലാ വേദിയിലും പറയാതുള്ളതാണ്. വേലുസ്വാമി നിർത്തുന്നുണ്ട്, സമരപ്രവർത്തകനാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്കിടെ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ജോലി ഇരിക്കണപ്പോൾ ജോലിക്ക് പോകും, ജോലി എഴുതാപ്പോൾ പന്തൽ പേർക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. വേലുസ്വാമി എന്ന് പറഞ്ഞവൻ അവനാണ് ദിവസം എഴുതി വയ്ക്കുന്ന ആൾ. ഇന്ന ദിവസം ഇന്നാൾ വന്നു.
ഇത്രാം ദിവസം എന്ന് എഴുതുന്നവൻ അവനാണ് പത്ര കട്ടിങ് ശേഖരിക്കുന്ന പണി, ആരൊക്കെ വന്ന് രേഖപ്പെടുത്തി വയ്ക്കുന്ന പണി അവനാണ്. അവൻ ഒരു കൊല്ലം ആയ സമയത്തിൽ കംപ്ലീറ്റ് മുടി ഇങ്ങനെ വന്നു, ദാടി വന്നു, ജെട്ടിയില്ല, ജെട്ടിയൊക്കെ കീറിപ്പോയി, ഇടാൻ ജെട്ടിയില്ല. ആരെങ്കിലും അവൻ്റെ വാക്ക് പറയണ്ട, വേൽസ്വാമി എന്ന് ഓർത്ത് എവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്ലാച്ചിമട കോളേജിൽ നിന്ന് നിങ്ങൾ പോയി തങ്കവേലിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇവിടെ ഒരു ശിവൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ശിവൻ, അവൻ്റെ ഏട്ടനാണ് വേൽസ്വാമി. അവൻ വേറെ പറയില്ല, അവൻ വേറെ അവൻ അനുഭവിച്ച ബുദ്ധിമുട്ടിൽ അവൻ പറയാൻ തയ്യാറില്ല. പക്ഷേ എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. ജെട്ടിയില്ല. ഞാനൊരു ദിവസം എന്നടാ വേൽസ്വാമി എന്ന് പറഞ്ഞപ്പോൾ എന്നെ മാത്രം ജെട്ടിയില്ല. ഇപ്പോൾ വിളയോട് വെക്കാൻ പറയാണ്, സമരം വിജയിക്കാതെ വേൽസ്വാമി ദാടിയും മുടിയും വെട്ടില്ല, അതിനു വേണ്ടി വളർത്തുമെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്നാ, വെട്ടാൻ പൈസ ഇല്ലാതെയാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വെട്ടിപ്പിച്ചു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതിൽ. അവരിനൊക്കെ നമ്മൾ നായകൻ എന്ന് പറഞ്ഞാൽ നായകൻ തന്നെയാണ്. മയിലമ്മയ്ക്ക് മുകളിലാണ് കേട്ടവൻ. മയിലമ്മയെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണം, നേതാവെന്ന നിലയ്ക്ക് പുറത്ത് പോവുകയും മയിലമ്മയ്ക്ക് എന്തെങ്കിലും സാധനം വരെ തിന്നാൻ വരെ എന്തെങ്കിലും മേടിച്ചൊക്കെ കൊടുക്കുള്ള ആൾ. മയിലമ്മയ്ക്ക് ആവശ്യമുള്ളത് മേടിച്ചൊക്കെ കൊടുക്കും. വേൽസ്വാമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല. വീട്ടിൽ കഞ്ഞിവെള്ളം കുടിക്കുക, പന്തൽ വന്നിരിക്കുക, കഞ്ഞിവെള്ളം കുടിക്കുക, പന്തൽ വന്നിരിക്കാം. ആരെങ്കിലും ഞങ്ങൾ എപ്പോഴെങ്കിലും പോയില്ലേ, ഒരു 1/4 കിലോ മിച്ചർ മേടിച്ചാൽ ഇങ്ങനെ ചൂന്ന് പോയി. ജയിലത്തെ അവസ്ഥയാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഞാൻ ഇപ്പം ബീഡി വലിയ, അന്നൊക്കെ ബീഡി വലിയാണ്. സമര പന്തൽ 3/4 ആൾക്കാർ ബീഡി വലിയാണ്. പന്തലിൻ്റെ ബാക്കിൽ ഞാൻ വരും ബീഡി വലിക്കാം. ഒന്ന് ബീഡി കൊളുത്തി കഴിഞ്ഞാൽ എല്ലാവരും ലൈനായിട്ട് വരും. ഒരു വലിക്കാൻ എനിക്ക് കിട്ടുള്ളൂ, പിന്നെ ലൈനിലാണ് വലിക്കും. ആയില്ലേ. ഇവനൊക്കെ ഈ മിച്ചർ പേപ്പറിൽ മേടിച്ചിട്ട് വന്നാൽ, ഞാൻ മേടിച്ചിട്ട് വന്നാൽ വേൽസ്വാമിക്ക് തന്നെ കൊടുക്കണപ്പാന്ന് പറഞ്ഞാൽ എല്ലാ സാഹസവും ആൾക്കൊരു എടുത്ത് കളഞ്ഞു. അവിടെ പൊട്ടറ ഒരു ഇതാണ്, ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ആളാണ് വേൽസ്വാമി. അങ്ങനെ അത് ഇന്നൊരു കണ്ണദാസൻ എടുത്താൽ വേൽസ്വാമിയുടെ അത്ര കണ്ണദാസൻ അനുഭവിച്ചിട്ട് വേൽസ്വാമിയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ട് ആൾക്കാരാണ് പെൺകുട്ടികൾ. ഇതിൽ പെൺകുട്ടികൾ നോണ്ടാൻ കുറേ ആൾക്കാർ, ആദിവാസി കുട്ടികളല്ലേ, ആർക്കും എവിടെയും കയറി ഇറങ്ങാമല്ല. പിന്നെ അതൊക്കെ പറ്റിയ ആൾക്കാരൊക്കെ മൈലമ്മയുടെ മകളിലൊക്കെ കട്ടയ്ക്ക് നിൽക്കും. ദൈവ എന്ന് പറഞ്ഞ സ്ത്രീ, അത് ഷുഗർ ബാച്ചുമൊക്കെ ഇരിക്കുകയാണ്. മൈലമ്മയുടെ മകളോ എന്നെക്കാട്ടിൽ പ്രായത്തിൽ കുറവാണ്. ഞാൻ ആ ദൈവങ്ങളോട് പറയും, ദൈവം നോക്കണം, വന്നാൽ നമ്മുടെ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ട് പോകാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കും, പിടിക്കും. അങ്ങനെ കുട്ടികളോട് കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ സമരമല്ല, സമരം വന്നാൽ നമുക്ക് കുറേ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ സുഖിച്ചിട്ട് വരാമിടാന്ന് വരുന്ന ആൾക്കാരും ഉണ്ട്. കോഴിക്കോട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സമരം നടത്തുമ്പോൾ പലർക്കും പല ഐഡിയ ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളിനെ പീഡിപ്പിക്കുന്ന ആൾക്കാർ കൂടുതൽ പൊതുപ്രവർത്തകരാണ് കേട്ടോ. അത് സംഘടനയായാലും ശരി, രാഷ്ട്രീയ പാർട്ടികളായാലും ശരി. കാരണം കൂടുതൽ സ്ത്രീകളോട് അടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സംഘടനയായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും. ഏത് സ്ത്രീക്കും അടുത്തിറക്കാം, യാറിൻ്റെ തൊഴിലും കൈയിടാൻ പറ്റിയ ഒരു ചാൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ചാൻസ് ഒരുപാട് ആ നേതാക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ഞാൻ ഇതൊക്കെ കണ്ടുപഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്നില്ലേ, ഒരു സംഘടന തുടങ്ങിക്കഴിഞ്ഞാലേ, സംഘടനയായാൽ രാഷ്ട്രീയ പാർട്ടി സ്ത്രീകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. സ്ത്രീകളില്ല സംഘടനകൾ. എൻ്റെ സംഘടന സ്ത്രീകളേ ഉള്ളൂ. ഇപ്പം നാളെ ഞാൻ പോകണില്ല, നാളെ ഈ സമയത്ത് പൊള്ളാച്ചിലുണ്ടാവും. മൊത്തം 30 സ്ത്രീകളുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ ഒരാണേ ഉള്ളൂ. പിന്നെ ആ കോളനി കേന്ദ്രീകരിച്ച് പോകണില്ലേ, കോളനിയിൽ പോകുമ്പോൾ ആണുങ്ങൾക്ക് എന്നെ വേണ്ട പറയും. നിങ്ങൾ പോയി നിങ്ങളുടെ ആൾക്കാരുടെ നോക്കിയെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പോകുമ്പോൾ ആണുങ്ങൾ പറയും, ഞാൻ എന്താ പോയി ഒരു കപ്പ് കള്ള് കുടിച്ചിട്ട് വരാൻ പോവുകയാണ്, മാറി പെണ്ണ് നോക്കിയിട്ട് പോയി എന്ന് പറയും. നമ്മളെന്താ ഇത്ര കൊല്ലം, ഞാൻ ഏറെക്കൊരു 30-35 കൊല്ലമായി ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. എൻ്റെ പേരിൽ 2 വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞ പൈസയുടെ വിഷയം വന്നു, രണ്ടാമത് സ്ത്രീ വിഷയം വന്നു, നടന്നിട്ടില്ല. ആ പൊതുപ്രവർത്തകർ നോക്കേണ്ട കാര്യം, അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മേഖലയാണ്. ഈ സ്ത്രീ വീക്ക്നെസ്, സാമ്പത്തിക വീക്ക്നെസ് രണ്ടെണ്ണം പോയി. ഏത് വീട്ടിൽ പോയാലും നമുക്ക് കയറി കിടക്കാൻ സൗകര്യം ഉണ്ടാകണം. ഞാൻ പോയ ഉറക്കം വന്നാൽ ഏത് വീട്ടിലും കയറി കിടക്കും.
വിശന്ന് പോയ ഏത് വീട്ടിൽ നമ്മൾ ധൈര്യമായി ഇപ്പോൾ ആൾക്കാരില്ലെങ്കിൽ ഞാൻ തുറന്നിട്ട് ഉള്ള ചോറ് വിട്ട് കൊണ്ടിട്ട് വരുന്നതാണ്. ചോദിക്കാനൊന്നും എനിക്കില്ല. എനിക്ക് അത്ര സ്വാതന്ത്ര്യമുണ്ട് കോളനികളിൽ. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കൾ നമ്മൾ എങ്ങനെ കാണണോ അതേപോലെയാണ് മറ്റു സ്ത്രീകൾ നമ്മൾ കാണുക. പിന്നെ എന്തെങ്കിലും വാടക സ്ത്രീകളൊക്കെ ഉണ്ടാകും. പല ആൾക്കാരും എന്താ പറയുക, നമ്മുടെ പേരിന് ചീത്തയാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടി ചില ആൾക്കാരിനൊക്കെ ഇവിടെ അത് നമ്മൾ തിരിച്ചറിയുകയും വേണം. അതിലൊക്കെ വീക്ക്നെസ് കാഴ്ച പോയി. സമർപ്പണത്തിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാകും. ഞങ്ങളുടെ പെൺകുട്ടികൾ തന്നെ നമ്മളോട് പറയാൻ തുടങ്ങി. നമ്മളെ മേലെ വന്ന് മുട്ടുതുങ്ക പിടിക്കുന്നുങ്ക ഇങ്ങനെയൊക്കെ സംസാരിക്கிறாங்க, அப்படி சொல்கிறாங்கன்னு പറഞ്ഞു. നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരിനെ പുറത്താക്കിയിട്ടുമുണ്ട്, തല്ലിയിട്ടുമുണ്ട്. കള്ളു കുടിക്കുക, സമർപ്പണം പുറമിരുന്ന് വരിക, തെങ്ങിൻ തോട്ടത്തിൽ പോയി കള്ളു കുടിക്കുക, രാത്രി വന്ന് പന്തലിൽ കയറി കിടക്കുക, സീറ്റ് കളിക്കുക, ഇങ്ങനത്തെ പണിയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തുടക്കകാലത്തുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ അങ്ങനെ മാറ്റി. ആദ്യം കുറേ നക്സലാക്കാൻ വേണ്ടിയിട്ടും കുറേ പ്രവർത്തനം നടന്നല്ലോ. ആദ്യമൊക്കെ അത് 50-ാം ദിവസമൊക്കെ നടന്നത് സായിബാബ പങ്കെടുത്ത പരിപാടി. അന്ന് MLA-കാരും നക്സൽ പ്രവർത്തകരും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നമുക്കറിഞ്ഞിട്ടില്ല. 1000-ക്കും കൂടുതൽ ആദ്യം ഒരു ജാതി ആയതുകൊണ്ട് 2000 കുറയാതെ ആൾക്കാരുണ്ട്. ജാതിയിൽ വരുന്ന സമയത്ത് എല്ലാ ആണുങ്ങൾക്കും സ്ത്രീകൾക്കും ഇങ്ങനെ ചുവപ്പ് റിപ്പൺ കെട്ടും. നമ്മൾക്ക് അന്നാ എന്താടാ അത്, നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും അല്ലല്ലോ, എല്ലാത്തും കെട്ടിവിടും. അപ്പോൾ കെട്ടിവിടുന്ന സമയത്ത് അങ്ങനെ ജാതിയിൽ വരുന്ന എല്ലാ റിപ്പും കെട്ടിയാണ് വരുന്നത്. പിന്നെയാണ് ഇവർ പുറമെ ഇവരെല്ലാം നമ്മുടെ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില മാവോയിസ്റ്റ് നേതാക്കളുടെ കളിയാറുന്നത്. അത് ശിവൻകുട്ടിയൊക്കെ അതിൽ നന്നായിട്ട് ഇടപെട്ടിട്ട് ഉള്ള ആളാണ്. വിളയോടി ശിവൻകുട്ടി, കോയമ്പത്തൂർ ഒരു ബാനുണ്ട്, ഇവരൊക്കെ അതിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. മുണ്ടൂർ രാവുണ്ണി മേസ ആസയും അതായിരുന്നാൽ അവർ മുതലെടുത്തിട്ടുണ്ട് കേട്ടോ. മുണ്ടൂർ രാവുണ്ണി മേസ അത് അവിടെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന അന്ന് അവർ പോരാട്ടമാണ് ടീം പോരാട്ടം. രാവുണ്ണി മേസൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ പോരാട്ടമാണ്, നിങ്ങളുടെ പോരാട്ടത്തിൻ്റെ ആൾക്കാരാകട്ടെ. ഞങ്ങളുടെ ശൈലി വേറെ, നിങ്ങളുടെ ശൈലി വേറെ. ഞങ്ങളുടെ ശൈലിയിൽ സമരത്തിൽ നിങ്ങൾ നടത്താൻ പറ്റില്ല, ഞങ്ങളുടെ ശൈലി സമരം നടത്തിയാൽ സമരം പൊട്ടും എന്ന് പറഞ്ഞ ഒരാളാണ്. രാവുണ്ണി മേസ കൂടുതൽ വന്നിട്ട് രാമുണ്ണി മേസിൻ്റെ 2ാം ഭാര്യ ഉണ്ടല്ലോ ഒരു ടീച്ചർ, അവരെ കൂടുതൽ സമരം തുടരുന്നത്. പിന്നെ കുറേ സ്ത്രീകളിലൊക്കെ കൊണ്ടുവന്നു. അയ്യങ്കാളിപ്പട എന്ന് പറഞ്ഞ കുറേ സ്ത്രീകളൊക്കെ വന്ന് പെൺകുട്ടികളൊക്കെ രാത്രി വന്നു. ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കമ്പനിയൊക്കെ പൊട്ടിക്കും തട്ടിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നോടെയാണ് ഞങ്ങൾക്ക് അത് ഇവരെ എവിടെയും കമ്പനിയും പൊട്ടിക്കില്ല, ഒരു ബോംബും പൊട്ടിക്കില്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാണ് പിന്നെ നമുക്കറിഞ്ഞത്. കമ്പനി പൊട്ടിക്കാൻ തീരുമാനമായി. നിങ്ങളോട് പറയാതെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരേ ടീം സമരസമിതി ആൾക്കാരിനെ വെച്ചുകൊണ്ട് തന്നെ 6 മീറ്റിംഗ് 6 സ്ഥലത്ത് നടക്കുന്നു ഒരേ നേരത്തിൽ, 6 ടീമായി പിരിച്ചിട്ട്. ഞങ്ങൾക്കറിയില്ല. സമരസമിതി ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ നേതാവാണ് ഞാൻ, എനിക്കറിയില്ല. ഒരു പന്തലിൽ പോകുമ്പോൾ ആൾക്കാരന് ഒത്തിരിയും കാണുന്നില്ല. രാത്രി ശരി എല്ലാം വരുവാർക്കെന്ന് കണക്കാക്കിയ കുറേ നേരമായി വന്നിട്ടില്ല. പിന്നെ നോക്കണു, പല പറമ്പുകളിലാണ് യോഗങ്ങൾ. കമ്പനി എങ്ങനെ അടിച്ചു പൊളിക്കാം തീരുമാനിച്ചു. അങ്ങനെ ഒരു ടീം റെഡിയായി. കമ്പനി ബോംബിട്ട് പൊളിക്കാൻ തീരുമാനമായി. അപ്പോൾ നമ്മുടെ ഒരു മണ്ടനാണ്, ആദിവാസി സംരക്ഷണ സംഘത്തിന് മെയിൻ നേതാവ്, അവനൊരു മണ്ടനാണ്, ഒന്നും അറിഞ്ഞുകൂടാ. അവനാണ് ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു. സാധനങ്ങൾ ഏൽപ്പിക്കും, കമ്പനിയിലേരി പൊട്ടിക്കും. അതാണ് വീണ്ടത്. അത് ഏത് വഴിക്ക് ഉള്ളിൽ കയറാം, എങ്ങനെ പോകാം, ഇങ്ങനെ പോകാമെന്നൊക്കെ ആയി. അവ യാരോട് പറയുന്നത് രഹസ്യമായി നടന്നു കിടന്നു. വേണാട്ടിന് അതിനില്ല കേട്ടാ, വിളയോടി അതിനൊന്നുമില്ല. വേണാട്ട് അതിനൊക്കെ എതിർക്കുന്ന ആളാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഉച്ചയാകുമ്പോൾ അവന് ഇത്തിരി മദ്യപിച്ചു. ഈ ബോംബ് പൊട്ടിക്കാൻ പോകണവൻ മദ്യപിച്ചിട്ട്, നാളെ എന്തായാലും കമ്പനി ഉണ്ടാകില്ല, നാളത്തോടെ നമ്മൾ സമരം അവസാനിപ്പിക്കും, കമ്പനി രാത്രി പൊട്ടിക്കുകയാണെന്ന് പറഞ്ഞു. എങ്ങനെ പൊട്ടിക്കും ചോദിച്ചു. നേരത്തേക്ക് ഇന്നലെയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ സ്ഥലത്തുള്ള ഒരു ക്ലാസ്, ഈ സ്ഥലത്തുള്ള ഒരു ക്ലാസ്, ഒരേ ടീമാണ്. ഞങ്ങൾ ക്ലാസ് ഇருந்து ഒരേ ടീമാണ്. പല ആൾക്കാരും പല സ്ഥലത്ത് പിരിച്ചു കൊണ്ടുവന്ന് ധരിച്ചത്. അതായത് അവിടെ
എവിടെ മറ്റേ ഈ ഇതുണ്ടല്ലോ നമ്മുടെ കമ്പാലത്തുറ ഡാമില്ലേ, ഡാമിനുള്ളിലൊക്കെ യോഗം, അവിടെയൊക്കെ യോഗമുണ്ട്. കമ്പനിക്ക് ഓപ്പോസിറ്റ് യോഗം, പന്തലിൻ്റെ ബാക്കിൽ യോഗം, ഇങ്ങനെ പല സ്ഥലത്ത് യോഗം. ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല, ആരും മൂന്നുമില്ല, ബത്തിച്ചേരിയും അതിനില്ല. പിന്നെ ഈ വിഷയം നമുക്ക് ഇവൻ കള്ളു കുടിച്ചപ്പോൾ പുറത്ത് വന്നു. പിന്നെ അത് ഞാൻ സംസാരിച്ചു. പിന്നെ ആറുമൂന്നൊക്കെ നമ്മളോടൊപ്പം നിന്നു. ആറുമുഖം ബത്തിച്ചറ നമ്മളോടൊപ്പം നിന്ന് ഇവരിനെല്ലാം വിളിച്ചു കൂട്ടി ഞങ്ങൾ സംസാരിച്ചു. ശരി, ദമാസ് കാര്യമൊന്നുമല്ല, ഇതൊക്കെ ഒടുക്കം നമ്മളുള്ളിൽ കിടക്കും, കമ്പനി ഇങ്ങനെയേ ഓടും. അങ്ങനെ ബോധ്യപ്പെടുത്തിയതാണ്. അങ്ങനെ ആദ്യം വഴിതെറ്റിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമരം അപ്പം അതോടുകൂടി ആ ടീം പുറത്താകുകയും ചെയ്ത് കേട്ടാ. അവരൊക്കെ പുറത്ത് പോയി. പോരാട്ടം ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അവർ നയം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞങ്ങളുടെ ശൈലി വേറെ, നിങ്ങളുടെ ശൈലി വേറെ എന്ന് അവർ നയം പറഞ്ഞു. ഇവർ അയ്യങ്കളിപ്പടയൊക്കെ നേരത്തെ പോയി. സമരം ആദിവാസികൾ ഏറ്റെടുത്ത് നമുക്ക് തെറ്റായി തോന്നുന്നില്ല, നല്ലതാണ്, ഒരു ത്യാഗമാണ്. ആദിവാസികൾ ചെയ്തത് വലിയൊരു ത്യാഗമാണ്. ഇത് യഥാർത്ഥത്തിൽ ആദിവാസികൾ ചെയ്യേണ്ട സമരമല്ല. ചെയ്തത് ഞാൻ തെറ്റെന്ന് പറഞ്ഞില്ല, നല്ല കാര്യമാണ്, നല്ലതും കൂടിയാണ്. മറ്റേ സമൂഹത്തെക്കാട്ട് ആദിവാസി സമൂഹം ഒരു മാതൃക കാണിച്ച സമരം കൂടിയാണ്. അല്ലെങ്കിലും അവൻ്റെ സമൂഹത്തിന് ഏതാണോ ആവശ്യം അതിനു വേണ്ടി സമരം ചെയ്യുന്ന കാലമാണ് ഈ സമരം. കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി അല്ലാതെ ആദിവാസികൾ സംഘടനയില്ല. ആദ്യമായിട്ട് ഒരു സംഘടന രൂപപ്പെട്ട് വന്ന് ആദിവാസികളുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ് ആദിവാസി ഗോത്ര മഹാസഭ. ആ സംഘടന ആദിവാസി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആദിവാസിൻ്റെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന അതേ സമയം തന്നെ യഥാർത്ഥ ആദിവാസികൾ എന്ത് ചെയ്യും? കോള സമരം ഏറ്റെടുക്കില്ല. കാരണം നമുക്ക് വേണ്ടി ഒരു സംഘടന രൂപം കൊണ്ടിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അത് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളെല്ലാവരും കൂടി ആ സമരത്തോടൊപ്പം ഒരുമിച്ച് നിന്ന് ആദിവാസിൻ്റെ അവകാശം നേടിയെടുക്കണം. അതാണ് വരേണ്ടത് ഈ സമരത്തിൽ. ഇവിടെ എന്ത് ചെയ്തു? ആദിവാസി സമരത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ആദിവാസികൾ ഇവിടെ സമരം ചെയ്യണം. അത് ആദിവാസികൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടല്ല. ഇവിടുത്തെ ആദിവാസികളിനെ കേരളത്തിലുള്ള കൂടുതൽ കിഴക്ക് മേലുള്ള ആദിവാസികളെ കൂടുതലും ഈ ഗോത്ര മഹാസഭ നടത്തുന്ന സമരത്തോട് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ സമരം തുടങ്ങിയെടുക്കാം. നമ്മൾ അങ്ങനെയും ആലോചിക്കുന്നുണ്ട്. നമ്മൾ ഈ സമരം തുടങ്ങിയാൽ മതി, ആ സമരം തുടങ്ങണ്ട. എന്താ കൊക്കക്കോള ഇവരെല്ലാവരും ആദിവാസികളുടെ കൂടെയല്ലേ? ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരിക. ഇവരെല്ലാവരും ഞങ്ങളൊക്കെ ആദിവാസികളുടെ കൂടെയാണ്. എന്താ കൊക്കക്കോള സമരത്തിന് മാത്രം ആദിവാസികൾക്ക് കൂടി നിങ്ങൾ ഇത്ര പിന്തുണ നൽകിയ ആൾക്കാർ CK ജാനും നൽകാത്തത് എന്തുകൊണ്ടാണ്? അതൊരു ചോദ്യമല്ലേ. കൊക്കക്കോള സമരത്തിൽ ആദിവാസികൾക്ക് നൽകിയ പിന്തുണ CK ജാനുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആദിവാസികളുടെ അവകാശങ്ങൾ എല്ലാം നേടിയല്ലെങ്കിലും കുറച്ച് അവകാശങ്ങളെങ്കിലും കിട്ടുമായിരിക്കും. അവർ രണ്ട് കാര്യമായി. ആ സമരത്തിന് വലിയ പിന്തുണ കിട്ടിയിട്ടല്ല എന്ന് മാത്രമല്ല, ആദിവാസികൾ ഒരുമിച്ച് നിർത്താതെയും ആക്കിയിട്ടുണ്ട്. ഇവർക്ക് കേരളത്തിൽ ആദിവാസികൾ അവകാശപ്പെടുന്ന ഏത് അവകാശം ആദിവാസികളുടെ യഥാർത്ഥത്തിൽ അവകാശം തടസ്സപ്പെടുത്താൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ആദിവാസികൾ സമരം ചെയ്ത് ശരിയില്ലെന്ന് പറയും. സമരം ചെയ്ത് നല്ല കാര്യമാണ്, പക്ഷേ നമുക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് പറഞ്ഞാൽ അല്ല. കോള സമരത്തിനും ഞാൻ വകയിരുത്തുമ്പോൾ കോള സമരവും മുത്തങ്ങ സമരവും തമ്മിൽ ബന്ധമുള്ളതാണ്. പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുന്ന ഒരു സമരമാണ്. അതാർക്ക് വേണ്ടിയുള്ള സമരമാണ്, ഇതാർക്ക് വേണ്ടിയുള്ള സമരമാണ്, ഈ സമരത്തിൽ ആരെല്ലാം പങ്കെടുത്തു, ആ സമരത്തിൽ ആരെല്ലാം പങ്കെടുത്തില്ല എന്നൊക്കെ ചോദിക്കേണ്ടതുണ്ട്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ എന്താ ആ സമരത്തിൽ പങ്കെടുക്കാതെ? ഒരുപാട് കളി നടന്നിട്ടുണ്ട്. അതേ സമയത്തിൽ 2004 വേൾഡ് സോഷ്യൽ വാർ നടത്തിയത് മുംബൈയിൽ വേൾഡ് സോഷ്യൽ വാർ നടത്തിയ സമയത്ത് ഇവർക്ക് വേൾഡ് സോഷ്യൽ വാർ തുടർന്ന് ഇവർ വിളിച്ചിട്ടുണ്ട്. പ്ലാച്ചിമട സമരം ഇവർ കംപ്ലീറ്റ് NGOക്കളാണ്. ഇവരെല്ലാവരും NGOക്കെതിരായി സംസാരിക്കുന്ന ആൾക്കാരല്ല, ഇവരെല്ലാവരും NGOക്കളാണ്.
ഞാൻ ചോദ്യം ചെയ്തു വേണേട്ടനോട്, വേണേട്ടാ നമുക്ക് വേൾഡ് സോഷ്യൽ പാർട്ടിന് വിളിയുണ്ടല്ലോ, സമരസമിതി എന്ത് തീരുമാനമുണ്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അറിയാതെ 7 ടീമായിട്ട് പോയല്ലോ. 3 ആൾ 4 ആൾ, എനിക്ക് ആ 4 ആൾക്കാർ വേണം കേട്ടാ. പക്ഷേ പോകുന്നത് ഒരേ സ്ഥലത്താണ്, കൊണ്ടുപോകുന്നത് വേറെ വേറെ ആളാണ്. 4 ആൾ 3 ആൾ ഈ ആദിവാസികളുടെ വേഷം കെട്ടിയിട്ടേ ഇവർക്കൊക്കെ ഒരു ഈ മുള കൊണ്ട് ഒരു അമ്പും ബില്ലൊക്കെ ഉണ്ടാക്കി ഇവർ തോളിലിട്ട് ഇവരിനെ കാഴ്ച ബംഗ്ലാവിൽ വെക്കുന്നത് പോലെ കാഴ്ചക്കാരായി കൊണ്ടുപോയ ആൾക്കാരാണ് ഇവർ. CR നീലകണ്ഠനൊരു ടീം കൊണ്ടുപോയി, വേണാട്ടിനൊരു ടീം കൊണ്ടുപോയി, പിന്നെ കോഴിക്കോട് 1-2 ആൾക്കാരുണ്ട്, അവരൊരു ടീം കൊണ്ടുപോയി, പിന്നെ ഒരു ജോൺസൺ ഉണ്ട് അങ്കമാലിയിൽ, അവരൊരു ടീം കൊണ്ടുപോയി. പിന്നെ കോഴിക്കോട് തന്നെ സാമൂജി എന്ന് പറഞ്ഞിട്ട് ഒരാൾ, സാമി എന്തോ അയാളൊരു ടീം കൊണ്ടുപോയി. മൊത്തം 7 ടീമായിട്ടാണ് പോയത്. അവിടെ വേൾഡ് സോഷ്യൽ പാർട്ടി കംപ്ലീറ്റ് വേൾഡ് സോഷ്യൽ ഫറമല്ല, വേൾഡ് ലെവലിക്ക് പുറമുള്ള ആൾക്കാർ വരുമ്പോൾ അവർ മുമ്പിൽ ഇവരിനെ കാണിക്കാൻ നിൽക്കുന്നത് കണ്ടുകൾ ഇവരൊക്കെയാണ് കൊക്കക്കോള സമരം നയിക്കുന്ന ആൾക്കാരെന്ന്. പക്ഷേ ഈ വേൾഡ് സോഷ്യൽ പാർട്ടിനെതിരായിട്ട് CK ജാൻ അവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് മുംബൈയിൽ 2004. വേൾഡ് സോഷ്യൽ പാർട്ടി നടത്തുന്ന ആൾക്കാർ കംപ്ലീറ്റും വലിയ കോർപ്പറേറ്റുകളാണ്. ഈ കോർപ്പറേറ്റുകളാണ് ഈ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആദിവാസികൾക്ക് വികസനം, ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കും, ആദിവാസി വികസനം നഷ്ടപ്പെടുത്തുന്ന കോർപ്പറേറ്റുകളാണ്. അവർക്കെതിരെ CK ജാൻ അവിടെ ഒരു പരിപാടിയുണ്ട്, ഒരു പരിപാടി. ആ പരിപാടിയിൽ വിളിച്ച് 6 പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല ഇവർ. കൊക്കക്കോള കമ്പനിക്ക് സമരക്കാർ ആരും പങ്കെടുത്തിട്ടില്ല. പ്ലാച്ചിമടയിൽ ഒരു കോർപ്പറേറ്റ് നടത്തുന്ന കമ്പനിക്കെതിരെ സമരം ചെയ്യുന്ന ആൾക്കാർ മുംബൈയിൽ നടത്തുന്ന വേറെ പല കോർപ്പറേറ്റിൽ നടത്തുന്ന പരിപാടിയിൽ ഇവർ പങ്കെടുത്തു. ഈ കോർപ്പറേറ്റ്ക്കെതിരെ സമരം ചെയ്യുന്ന CK ജാൻ്റെ പരിപാടിയിൽ ഒരു ആരും പങ്കെടുത്തിട്ടില്ല. ഇത് വ്യക്തമാണ്, ഇത് ഒളിച്ചു കളിയൊന്നുമല്ല. നമ്മൾ ഇവിടെ നിന്ന് ഇതൊക്കെ ആലോചിച്ച് വരുമ്പോൾ മുത്തങ്ങ സമരം, CK ജാൻ്റെ പരിപാടിയും പ്ലാച്ചിമട സമരസമിതി നേതാക്കളുടെ ഇതും വീരേന്ദ്രവും ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് നിർത്തി പോകേണ്ടതാണ് കേട്ടോ. പോകുമ്പോൾ നമുക്ക് വ്യക്തമാണ്. എല്ലാവരും ഇട്ടു എന്താ മുത്തങ്ങ ഈ നീതി അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തോറ്റിരുന്നാലും കുഴപ്പമില്ലേ? പ്ലാച്ചിമടയിൽ കമ്പനി തോറ്റിരുന്നാലും കുഴപ്പമില്ല. മുത്തങ്ങയിൽ സമരം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയം ഞങ്ങളും കൂടി പങ്കാളിയാണ്, ഞങ്ങൾക്കും കൂടി ഗുണം ചെയ്യുന്നതാണ്. പ്ലാച്ചിമടയിൽ സമരം വിജയിച്ചത് കൊണ്ട് മുത്തങ്ങയിൽ ആദിവാസികൾക്ക് ഒരു ഗുണമില്ല. അപ്പോൾ ഇവർ നേതാക്കൾ അറിയാതെ ചെയ്തു പോയതല്ല, എല്ലാവരും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആദിവാസികളിനെ ഒന്നും അറിയാതെ ആദിവാസികളിനെ കൂടെ നിർത്തിക്കൊണ്ട് വലിയൊരു വമ്പം കളി നടിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ സാധാരണ ഇവിടുത്തെ പരിസ്ഥിതിവാദികളൊന്നും പറയേണ്ട, ഇതിന് പിന്നിൽ വലിയ കോർപ്പറേറ്റുകൾ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. യാനസ്വാമി വിജയമാണ്, കമ്പനി അടച്ചുപൂട്ടിയത് വിജയമല്ല. നമ്മുടെ ഉദ്ദേശം അതായിരുന്നു, അത് വിജയമാണ്. കമ്പനിയെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇരിക്കുന്ന ആൾക്കാർക്ക് പരാജയമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കി വെച്ചിരിക്കുന്നത് അത് അവർക്കത് വിജയമല്ല, നമ്മൾക്കിത് വിജയം തന്നെയാണ്. ഇത്ര വലിയ കമ്പനി അടച്ചുപൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ വേറെ എന്താണ് നമ്മൾക്ക് വേണ്ടത്? വിജയമാണ്.